യോക്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വർക്ക്. എന്ത് രസമല്ല ഈ പ്രിന്റ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. നൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. 6XL സൈസ് വരെ ഉണ്ടോ? 125 റുപ്പീസിന്റെ കുർത്തീസ് വരെ ഇവിടെ കിട്ടാം. അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു ഗൗൺ ടൈപ്പ് ആയിട്ട് ഇതും അനാർക്കലിയിൽ തന്നെ 6XL സൈസ് വരെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് സാമ്പിൾസ് ആണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പൂരാണ്. തിരുപ്പൂര് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി ഒന്നുകൂടി അടുത്തുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ കാണുന്നത് നഞ്ചപ്പ സ്കൂളാണ്. നഞ്ചപ്പ സ്കൂൾ, നഞ്ചപ്പ റോഡ്. ആ റോഡിൽ നമ്മൾ ഈ ഒരു മൂന്നുംകൂടിയ ജംഗ്ഷൻ, ഈ മൂന്നുംകൂടിയ ഈ ഒരു ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് പൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ വെറൈറ്റി കുർത്തീസ്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നത് 100 സംതിങ് ആ ഒരു റേഞ്ചൊക്കെ ഉള്ള. എന്തായാലും എത്ര റേറ്റ് സ്റ്റാർട്ടിങ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കയറി നോക്കാം. വരും. പൂർത്തിയുടെ ഷോറൂമിലേക്കാണ് വന്നിരിക്കുന്നത്. എക്സാക്ട് ഇതൊരു നമുക്ക് കുർത്തീസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി തിരുപ്പൂരായതുകൊണ്ട് തന്നെ നമുക്ക് തമിഴിൽ സംസാരിക്കേണ്ടി വരുമോ? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, നമുക്കിവിടെ മലയാളി സ്റ്റാഫ് തന്നെയുണ്ട്. അപ്പോൾ പൂർത്തി ഷോപ്പിലത്തെ സ്റ്റാഫ്. ഹായ്, എന്താണ് വിശേഷം? നല്ല വിശേഷം. മലയാളമാണ് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എക്സാക്ട്? ഇത് ആക്ച്വലി ഞങ്ങളുടെ ഷോപ്പ് പൂർത്തിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ ഒരു നഞ്ചപ്പ സ്കൂൾ ഒന്നുണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. ഇനി ഇവിടെ മെയിനായിട്ട് ഈ പൂർത്തിയിൽ കിട്ടുന്നത് എന്താ? ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് കുർത്തീസാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 75+ വെറൈറ്റീസ് ഉള്ള ഒരേ ഷോപ്പ് പൂർത്തിയാണ്. 75+ കുർത്തീസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂർത്തി എന്നുള്ള ഷോപ്പിൽ അപ്പോൾ എത്രയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹം? ഇവിടെ 125 ആണ് സ്റ്റാർട്ടിങ്. 125. ഞാൻ പറഞ്ഞില്ലേ 100 സംതിങ് 125 റുപ്പീസിൻ്റെ കുർത്തീസ് വരെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കുർത്തീസ് ഓരോന്നും നോക്കിയാലോ? കാണാം. കുർത്തീസ് നമുക്ക് ഇനി ഓരോന്ന് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മേശമേട്ടോ, ഞാനല്ല ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്? നല്ല ഭംഗി, നല്ല റയോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു കുർത്തി വരുന്നത്. ഇത് ഗൗൺ ടൈപ്പാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ ഒരു സെറ്റിൽ 4 പീസ് വരും. അതിൽ ML, XL, XXL 4 സൈസ് ഉണ്ടാവും. സെയിം കളറാണ്, സെയിം കളറിൽ അങ്ങനെ തന്നെ. അപ്പോൾ സൈസ് 4 സെയിം ആയിട്ട് എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഫുൾ ഗൗണിൻ്റെ കളക്ഷനാണ് ഇത് വരുന്നത് കേട്ടോ. ഗൗണിൽ നമുക്ക് പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുൾ പ്രിൻറ്റിൻ്റെ വർക്ക്, ഫുൾ ഫ്ലെയറും ഉണ്ട് അല്ലേ. അത്യാവശ്യം പിടിച്ച ഫ്ലെയർ ഒന്ന് പിടിച്ച് നോക്കിയാൽ ഇതാ, അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു ഗൗൺ ടൈപ്പായിട്ട് അടിയിൽ ഫ്രില്ലൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇതും എടുക്കുമ്പോൾ നമുക്ക് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് വരുന്നത് സൈസസ് കേട്ടോ. ഗൗണിൽ ഇഷ്ടം പോലെ പാറ്റേൺസ് വരുന്നുണ്ട്, പല മെറ്റീരിയലിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ടാണ് എടുക്കേണ്ടത്, സെറ്റ് ടു സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ കുറേ വെറൈറ്റി പാറ്റേൺസ്, ഡിസൈൻസൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. ഇതും ഗൗൺസിൽ അല്ലേ? അതെ മാം. ഓക്കെ, അടിപൊളി കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയിൽ ഫുൾ ഒരു സിംഗിൾ. ഇതിപ്പോൾ ഏതാ സൈസാണ്? മീഡിയം. അപ്പം മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് നമുക്ക് സൈസസ് വരുന്നത്. സെറ്റ് വൈസ് എടുക്കും എന്ന് പറയുമ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. മീഡിയം, ലാർജ്, XL, XXL ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി ഗൗണിൻ്റെ വേറെയും കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഗൗണിൻ്റെ ഈ മുകളിൽ ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ള വർക്കാണ്. ഗോട്ടപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അത്യാവശ്യം കലീസ് പോയിട്ടുണ്ട്. ഒരു 5 കലി, ഒരു ടോട്ടൽ 10 കലീസിൻ്റെ ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയും ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഗൗൺ തന്നെയാണ്. ഇത് കുറച്ച് വേറെ മെറ്റീരിയൽ, അത് കുറച്ച് കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിൽ കലി വരുമ്പോൾ നമുക്ക് 4 കലിയാണ് വരുന്നത്. ഇനി ഇത് എടുക്കാനായിട്ട് ഡയറക്റ്റ് വരണോ എങ്ങനെയാണ് സംഭവം? ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോ കോൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വരുന്നെങ്കിൽ വരാം. അപ്പോൾ നേരിട്ട് വരണമെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ട്, സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് കാണിച്ചു പോകാം. പിന്നെ ഇത് ടോപ്സിൽ പിന്നെ ചെറിയ റോപ്പൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ കെട്ടുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അത് നമ്മുടെ ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോ സ്ട്രിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. വെറൈറ്റീസാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ ഗൗൺസിന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. 75+ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ വരുമ്പോൾ നമുക്ക് കോട്ടണിലാണ് വരുന്നത് കേട്ടോ. കോട്ടൺ ഉണ്ട്, റയോൺ ഉണ്ട്, അങ്ങനെ പല മെറ്റീരിയൽസിൽ നമുക്ക് കിട്ടും. പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ ഗൗൺ മോഡലിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇതാ, ഇതൊന്ന് പിടിച്ച് ഇങ്ങനെ ഇതാ
ഇതിൻ്റെ അത്യാവശ്യം ഫ്ലയറൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലുള്ള ഗൗൺ. പാച്ച് വർക്ക് നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഒന്നില്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. മൊത്തം കമ്പ്യൂട്ടർ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ പ്രിൻറ്റ് ഒരു ബാന്തിനി ടച്ച് പോലെ ഫീൽ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിലാണ്. പാറ്റേണൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ മിക്കത്തിൻ്റെയും. ഇത് ഫുൾ ഗൗൺ മാത്രമല്ല, ഇവിടെ കുർത്തീസിൻ്റെയും ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. അടിപൊളി അല്ലേ. ഇതൊക്കെ സ്ക്വയറിലാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു വി കട്ടൊക്കെ കൊടുത്തിട്ട് അതിൽ പ്രിൻറ്റുകൾ നമുക്ക് പലതരം പ്രിൻറ്റ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആലിയ കട്ട് മോഡലിലാണ് ഇത് വരുന്നത്. ആലിയ കട്ടിൻ്റെ ഇത്രയും അധികം കളക്ഷൻ ഫസ്റ്റ് വെച്ച് നോക്കാം നമുക്ക്. ഇതും ഏകദേശം ഗൗൺ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ യോക്കിലത്തെ വർക്ക് വന്നപ്പോൾ വ്യത്യാസമായില്ല. ആലിയ കട്ടായി, മറ്റേത് പാച്ച് വർക്കായിരുന്നു. അത്യാവശ്യം ഫ്ലയറും ഉണ്ട്. ഇതിൻ്റെ പാറ്റേൺസ്, അതിൻ്റെ വെറൈറ്റീസ് ഇതാ. ഇതിൽ ഒരു ഫോയിലിൻ്റെ പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടയിൽ കേട്ടോ. ഫോയിലിൻ്റെ പ്രിൻറ്റ് വർക്ക്, അത് ഒരു ആലിയ ടൈപ്പായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിലും അത്യാവശ്യം ഫ്ലയറൊക്കെ വന്നിട്ടുണ്ട്. ഇതും ആലിയ കട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിറയെ വെറൈറ്റീസ് പ്രിൻറ്റ് മാറി മാറി കിട്ടും അല്ലേ. ഇതിപ്പോൾ ജസ്റ്റ് സാമ്പിൾസിന് വേണ്ടിയിട്ട് നമ്മൾ 4-5 പീസ് മാത്രം കാണിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ ഇഷ്ടം പോലെ പ്രിൻസും വെറൈറ്റീസും ഒക്കെ വേണ്ടത് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും 125 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. പക്ഷേ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, അതിനനുസരിച്ച് റേഞ്ച് മാറിക്കൊണ്ടിരിക്കുക. എത്ര റേറ്റ് എന്ന് നമ്മൾ പറയുന്നില്ല, കാരണം റേറ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാർജിൻ ഇട്ടിട്ട് റീറ്റെയിൽക്കാർക്ക് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാൻ പറ്റാത്തത്. ഇനി ഇതിൽ തന്നെ പാക്കിങ്സ് നിറയെ ഉണ്ട്. ആലിയ കട്ടാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. മീഡിയം, ലാർജ്, XL, XXL ഇങ്ങനെ ഒരു ഫുൾ സെറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം നേരത്തെ കണ്ടതിൻ്റെ ഒക്കെ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. പക്ക ഓരോന്ന് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തിട്ടാണ് തരുന്നത്. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ പാക്കിംഗ്. അപ്പോൾ ഇങ്ങനെ ഹോൾസെയിലിൽ ഇങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. ഇതാണ് ഡീറ്റെയിൽസ്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പാക്കിങ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സെറ്റായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, ഇത് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇത് കാണുന്നതാണ് നമുക്ക് ശരിക്കുള്ള ലുക്ക്. എക്സാക്ട്ലി തന്നെ ML, XL, XXL 4 സൈസ് വരും. 4 സൈസ്. ഈ പാറ്റേൺ വേണമെങ്കിൽ ഈ പാക്ക് എടുക്കാം. ഓക്കെ, പാറ്റേൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് മൊത്തം ഈ ബാക്കിൽ മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നത് മൊത്തം സാമ്പിൾസ് മാത്രമാണ്. അതിൻ്റെ പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, സ്റ്റോക്കും ഇഷ്ടം പോലെ ഉണ്ട്. വേറെ ഹൗസും നിങ്ങൾക്ക് വേറെ സ്ഥലത്തുണ്ട് അല്ലേ, സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തത് ബെൽറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു വെസ്റ്റേൺ ടച്ചിൽ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ നിവർത്തി കാണിക്കും. ബാക്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബെൽറ്റ് വെച്ച് ഉണ്ട് അല്ലേ. ഇതാ, ഇത് ബെൽറ്റ് കെട്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിംഗിൾ ഒരു ഗൗണിൽ അതിൽ ബെൽറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിൽ പ്രിൻസ് മാറും. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇതാ, മീഡിയം, ലാർജ്, XL, XXL പ്ലസ് സൈസ് അങ്ങനെ ഇല്ലല്ലോ. സൈസ് അവൈലബിൾ ഉണ്ട്. 3XL to 6XL വരെയൊക്കെ ഉണ്ട്. 6XL സൈസ് വരെ ഉണ്ടോ? ഓക്കെ, 6XL സൈസ് വരെ ഉണ്ട്. അപ്പോൾ പ്ലസ് സൈസ് ആണെങ്കിൽ അവർക്ക് വേറെ ഒരു കെട്ടാണ്. ഇത് പറയുമ്പോൾ നോർമൽ ഒരു കെട്ടായിട്ട് വരും. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ കെട്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇനി പല പ്രിൻസുകളും നമുക്കൊന്ന് കാണാം. ഇതാ, ഇതും അടുത്തൊരു പ്രിൻ്റാണ്. ബെൽറ്റ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പിന്നെ കുറച്ച് ഫ്രിൽ ടൈപ്പ് ഒക്കെ ഇവിടെ ഈ ഒരു പോർഷനിൽ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ ഫ്രിൽ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ. അടിയിലത്തെ പോർഷനിൽ ഫ്ലയർ ആവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസ് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ കുറച്ച് പ്രിൻസ് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതും നമുക്ക് ആ ഒരു ഫ്രോക്ക് മോഡലിൽ നമുക്ക് ഒരു ഇൻഡോ വെസ്റ്റേൺ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഒരു ബെൽറ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണല്ലോ പ്രിൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വ്യത്യാസമായിട്ടുണ്ട്, കുറച്ച് ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ബെൽറ്റിൽ വരുന്നിട്ടുള്ളതാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡ്രോ സ്ട്രിങ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെൽറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് പാക്കിംഗ് വൈസ് ആണ് എടുക്കേണ്ടത്. ഒരൊറ്റ സിംഗിൾ പീസ് ഇവിടെ അവൈലബിൾ അല്ല, ഹോൾസെയിൽ ഓൺലി. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ കോളർ ടൈപ്പ്. ഇത് സൈഡ് സ്ലിറ്റ് വിത്ത് കോളർ ടൈപ്പ് ആണ്. റെഗുലർ വെയറിന് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമുക്ക് സ്ട്രെയിറ്റ് കുർത്തീസാണ്. ഇത് കോട്ടണിലാണ് വരുന്നത്. ചൈനീസ് കോളറിന് നെക്ക്, അതുപോലെ ബട്ടൺ നമുക്ക് ഓപ്പൺ ഇവിടം വരെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഒരു കുർത്തിയാണ്. സിംഗിൾ കുർത്തീസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ സിംഗിൾ കുർത്തീസിൻ്റെ പല പ്രിൻസുകൾ. ആ പ്രിൻറ്റിൻ്റെ നമുക്ക് പാക്കിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പാക്കിങ്സാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഫുൾ പക്ക പാക്കിങ്ങിൽ വരുന്നത്. ഇപ്പോൾ
ഈ സെയിം പ്രിൻറ്റിൽ ഈ സെയിം ഡിസൈനിൽ തന്നെ അതിൻ്റെ കളർ ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കളർ ഓപ്ഷനും ചൂസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ ഒരു കളർ കാണുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അടുത്തത് നോക്കിയാൽ സ്ട്രേറ്റ് കുർത്തിയിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. കോട്ടൺ 60 ഉണ്ട്, നല്ല ടൈപ്പ് കോട്ടണിലൊക്കെ വരുന്നുണ്ട്. ഒക്കെ ചൈനീസ് കോളർ ആ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. കണ്ടോ, ഇക്കത്ത് പോലത്തെ ആ ഒരു ഇതിൽ വന്നിരിക്കുന്നതാണ് പ്രിൻറ്റ്. ഫോയിൽ പ്രിൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് കോട്ടണിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് ലുക്ക്. ഇത് അംബർല ടൈപ്പാണ്, അനാർക്കലി സ്റ്റൈൽ. ഇത് ആകുമ്പോൾ അനാർക്കലി മോഡലിൽ വരുന്നത്. അപ്പോൾ എല്ലാ തരം പാറ്റേൺസ് ഇവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ടത് നമ്മൾ ഗൗൺ അനാർക്കലി ടൈപ്പിൽ, ഇത് വരുമ്പോൾ നമുക്ക് പാനൽ വർക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു 5 പാനൽ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 10 പാനലിൻ്റെ അനാർക്കലി സ്റ്റൈലിലാണ് വരുന്നത് വിത്ത് പ്രിൻറ്റഡ്. അതുപോലെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അനാർക്കലി സ്റ്റൈലിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ അനാർക്കലിയിൽ തന്നെ പാച്ച് വർക്ക് യോക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻസ്. ഇതും അനാർക്കലിയിൽ തന്നെ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് അനാർക്കലിയിൽ. ഇതിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോയിൽ മിറർ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കോട്ടണിലും വരുന്നുണ്ട്. കോട്ടണിൽ നമുക്ക് ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് താഴത്ത് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് യോക്കിൽ ഇങ്ങനെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. അനാർക്കലിയിൽ ഇപ്പോൾ ഇത് കുറച്ചേ പാറ്റേൺസ് കാണിച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും അക്രമം കളക്ഷൻസും ഇതിനേക്കാളും അക്രമം പ്രിൻസ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം പാറ്റേണിൽ നിന്ന് കുറേശ്ശെ കാണിക്കുക. ഫസ്റ്റ് കണ്ടത് നമ്മൾ ഗൗൺ, പിന്നെ സിംഗിൾ കുർത്തീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനാർക്കലി സ്റ്റൈൽ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നൈറ കട്ടിൽ കുറച്ച് പാറ്റേൺസ്. ഇപ്പോൾ കുറച്ച് പ്രിൻറ്റുകളാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ അല്ലേ? അല്ല, ഇപ്പോൾ വന്നിട്ട് ഇവിടെ 70+ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ 2000 പ്രിന്റ്സ്, ഡിഫറെന്റ് പ്രിന്റ്സ് ഉണ്ടാവും എല്ലാത്തിലും. 2000+ നമുക്ക് പ്രിന്റ്സുകൾ തന്നെ കാണാൻ പറ്റും. പാറ്റേൺസ് നമുക്ക് 75 ഉണ്ടെങ്കിലും അതിൽ വെറൈറ്റി പ്രിന്റ്സ്, ഡിസൈൻസ്, പല ഇത് മെറ്റീരിയൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്തല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇത്ര അധികം കളക്ഷൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ നൈറ കട്ട്, ആ ഒരു രീതിയിൽ ഫുൾ പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ പാച്ച് വർക്ക്. ഇപ്പോൾ നൈറ കട്ട് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ കൂടി ആയിരിക്കും ഇതിൻ്റെ കട്ട് പോയിട്ടുണ്ടാവുക. അതുപോലെ സൈഡിൽ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പ്രിൻ്റാണ് കേട്ടോ വരുന്നത്, റയോണിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ 3 ചുറ്റും ഫുൾ പ്രിൻറ്റ് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ കുറേ പ്രിൻറ്റ്സ്. അപ്പോൾ ഇത് നൈറ കട്ട്, അതിൽ കുറേ പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെയും. അതേപോലെ തന്നെ ബാക്ക് സൈഡും ഫ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്ലയറും വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ നൈറ കട്ടിൽ നമുക്ക് സൈഡിൽ പാച്ച് വർക്ക് പോലെ പോയിട്ടുള്ള പല പ്രിൻസുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ പ്രിൻറ്റുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബാക്ക് സൈഡിലും പ്രിൻറ്റ് വരുന്നുണ്ട്, ഫ്രണ്ട് സൈഡിലും പ്രിൻറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ യോക്കിൽ അത്യാവശ്യം പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾസെയിലാണ്, സെറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് പ്ലസ് സൈസ് കുർത്തിയാണ്. പ്ലസ് സൈസ് നമ്മൾ 6XL സൈസ് വരെ കിട്ടുമെന്ന് പറഞ്ഞത്. 6XL സൈസ് വരെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്ലയർ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇതാണ് നമുക്ക് പ്ലസ് സൈസ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 46 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇത് സെയിം ആണ്, ഒരു കെട്ടിൽ 4 സൈസ് വരും. അപ്പോൾ എത്ര സൈസ് തൊട്ട് വരും? അപ്പോൾ 3XL, 4XL, 5XL, പിന്നെ 6XL. അങ്ങനെ 4 എണ്ണത്തിൻ്റെ ഒരു കെട്ട്, അത് സെപ്പറേറ്റ് കെട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നോർമൽ സൈസുകാർക്കാണെങ്കിൽ മീഡിയം, ലാർജ്, XL, XXL അതൊരു കെട്ട്. അല്ലെങ്കിൽ വേറെ സെറ്റ് എന്ന് പറയുന്നത് പ്ലസ് സൈസുകാർക്കുള്ള കെട്ട് വന്നിട്ടുണ്ട്. 3XL, 4XL, 5XL, 6XL അങ്ങനെയാണ് ഒരു സെറ്റ് എടുക്കണം. അപ്പോൾ 6XL സൈസ് വരെയുള്ള കുർത്തീസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് അനാർക്കലി സ്റ്റൈലിൽ സെയിം നോർമൽ കിട്ടുന്നത് പോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ഫുൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ പ്രിൻറ്റ്സൊക്കെ നമുക്ക് കാണണ്ട. പ്രിൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതാ അനാർക്കലിയിൽ തന്നെ ഇതിൽ പല വെറൈറ്റീസ് ഉണ്ടല്ലോ. പ്രിന്റ് നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. പ്രിന്റഡ് ഒത്തിരി പ്രിന്റ്സ് ഉണ്ട്. അത് സെലക്ട് ചെയ്യാൻ പറ്റൂല ചിലരൊക്കെ. പിന്നെ ഇങ്ങനെ അപ്ഡേറ്റ് എപ്പോഴാവാ? ഇത് വീക്ക്ലി വൺസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ. വീക്ക്ലി വൺസ് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും കളേഴ്സും ഡിസൈൻസും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ ട്രെൻഡ് വരുന്നത് അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ കിട്ടൂല്ലേ. അതുപോലെ ഇത് 3/4 ആണ് സ്ലീവ് വരുന്നത്. യോക്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ബ്ലാക്ക് റെഡ് ആണെങ്കിൽ ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ഒക്കെ യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ. ഇത് പ്ലസ് സൈസാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സൈസ് വരുന്നത് ഇതും 50 സൈസിൻ്റെ അനാർക്കലി കുർത്തി കേട്ടോ.
അപ്പോൾ അതും അവൈലബിൾ ആണ്. ഇത് അടിപൊളി ഷെയ്ഡാണല്ലോ, നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ കളറ്. ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ബ്ലൂ കളർ. ബ്ലൂ ഉണ്ട് ഇതിൽ ഇതാ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രീനും. അപ്പോൾ ഗ്രീനും ബ്ലൂ ഞങ്ങൾ രണ്ടാളുടെയും കളർ ഇതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ട്, അതുപോലെ ഇവിടെയും ഇത്രയും ഇഞ്ചിൻ്റെ ഒരു ഗോട്ടാപട്ടിയും അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്ലയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ അനാർക്കലി സ്റ്റൈലിൽ വന്നിട്ടുള്ളതാണ്. ഇനി വരുന്നത് നമുക്ക് ഗൗൺ മോഡൽ തന്നെയാണ്. ബിഗ് സൈസ് ആയതും നമ്മൾ നേരത്തെ കണ്ടത് സ്മോൾ സൈസ്. ഓക്കെ, നേരത്തെ കണ്ടത് സ്മോൾ സൈസ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് പ്ലസ് സൈസുകാർക്കുള്ള ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഗൗൺ അതിന് കൂടെ വിത്ത് ബെൽറ്റ് അടക്കം വരുന്നത് കേട്ടോ. ഇതൊക്കെ പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3XL 4XL 5XL 6XL സൈസ് വരെയാണ് സെയിം ഉണ്ടാക്കുന്നത്. അതിൻ്റെ തന്നെ സെയിം തന്നെ പ്ലസ് സൈസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ കെട്ട് മാറ്റി മാറ്റി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും വിത്ത് ബെൽറ്റ്. ഇതൊന്ന് വലിച്ചങ്ങോട്ട് ബെൽറ്റ് നന്നായിട്ടാ കണ്ട ലുക്ക് ഇതിന്. അത് ഫുൾ നമുക്ക് ഫോയിൽ മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ബെൽറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം പ്ലസ് സൈസുകാർക്കുള്ള ഒരു കളക്ഷൻസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ വിത്ത് ബെൽറ്റ് അടക്കമാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു ബെൽറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടാവും. അതിൽ പ്രിൻറ്റുകൾ മാറും. ഇതൊക്കെ റയോണിൽ നമുക്ക് ഫുൾ ഇങ്ങനെ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻസ് പോണത്. ഫ്ലയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 കലി വന്നിട്ടുള്ളത്. അപ്പോൾ 5, 5, 10 അങ്ങനെ വരുന്നത്. ചിലതിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12 എണ്ണം വരെ വരുന്നതായിരിക്കും. ഇതും പ്ലസ് സൈസ് അല്ല, ഇത് മീഡിയം സൈസ് ആണ്. പിന്നെ ഇത് വന്നിട്ട് പ്ലെയിൻ. ഓക്കെ, ഇത്ര നേരം നമ്മൾ കണ്ടത് പ്രിന്റ് ആയിരുന്നു. ഇപ്പൊ കാണുന്നത് നമുക്ക് പ്ലെയിനിൽ പാച്ച് വർക്ക് ആയിട്ടുള്ളതാണ്. പാച്ച് വർക്കിൽ ഫുൾ നമുക്ക് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്, ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ കലിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലയർ അടക്കം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഏത് ചോദിച്ചാലും ഉണ്ടാവും. ഒക്കെ പ്ലെയിനിൽ നമുക്ക് ഈ ഫുൾ ഗൗൺ ടൈപ്പിൽ വരുന്നതാണ്. ഒക്കെ നല്ല നല്ല കളറുകൾ അല്ലേ, മഞ്ഞ, ചുവപ്പ്, പച്ച, നീല, ആഷ്, അങ്ങനെ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കയ്യിൽ കുറച്ച് കളേഴ്സ് ഇത് പിടിച്ചു വെച്ചെന്ന് മാത്രമല്ല, ഇത് കൂടാണ്ട് കുറേ കളേഴ്സ് ഇവിടെ അവൈലബിൾ ഇല്ലേ? ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മലയാളി സ്റ്റാഫ് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. ഇനി ഷോപ്പിൻ്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഇത് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 8 മണി വരെ. 8 മണി വരെ. സൺഡേ ഉണ്ടാവും ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ഏത് സമയത്ത് സൺഡേ ഉണ്ട്, അത് പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും മിക്കതും എനിക്ക് തോന്നുന്നത്. സൺഡേ എപ്പോഴും ഓപ്പൺ ആണോ? അതെ, സാധാരണ മാർക്കറ്റ് സൺഡേ അങ്ങനെ തുറക്കാറില്ല, പക്ഷേ സൺഡേ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വരുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമ്മുടെ ട്രെയിൻ വരുമ്പോൾ ഇവിടെ രാവിലെ പുലർച്ചെ എത്തും. പുലർച്ചെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തുറന്ന് വയ്ക്കും ഇല്ലേ? അങ്ങനെ ഒരു പ്രയോറിറ്റി നമുക്ക് ചെയ്തില്ലേ? ഓക്കെ, കാരണം ട്രെയിനൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2 മണിക്കൂർ വെറുതെ നമുക്ക് വേസ്റ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് സ്ലിറ്റ് ഉള്ളത് സ്ട്രെയിറ്റ്, അതും പ്ലെയിനിൽ. ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം പ്രിൻറ്റിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഇനി പ്ലെയിനിൽ പാച്ച് വർക്ക് വരുന്ന രീതിയിലുള്ള കളക്ഷൻസാണ്. ഇതിൻ്റെ കളേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതാ ഇത് കുറച്ച് കളറേ ഉള്ളൂ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന. ഇഷ്ടം പോലെ കളക്ഷൻസും സ്റ്റോക്സും അവൈലബിൾ ആണ്. സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിറയെ സ്റ്റോക്കാണ് കേട്ടോ കാണുന്നത്. ഇത് കുറവാണ് സ്റ്റോക്ക്, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. വെയർ ഹൗസും ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ തന്നെ എടുക്കുന്നത്. ഇത് വരുന്നത് നമുക്ക് കോട്ടണിൽ കാന്ത പ്രിൻ്റൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഡെയിലി വെയറിനൊക്കെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചൈനീസ് കോളറിൽ കാന്ത പ്രിൻറ്റിൻ്റെ വർക്ക്. എന്ത് രസമല്ലേ ഈ പ്രിൻറ്റ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല വർക്കായിട്ടുണ്ട്. അതുപോലെ ഫുൾ കാന്ത പ്രിൻറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി കാന്ത പ്രിൻ്റാണോ വീവിങ് ആണോ? പ്രിൻ്റാണ്. ഇതിൽ പല പല പ്രിൻറ്റ് വരുന്നുണ്ട്. അതിൽ കാന്തയുടെ ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ സാങ്കേനിയറെ പ്രിൻറ്റ്, അതിൽ ലൈൻ പോയിട്ടുണ്ട്. ഒക്കെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇതിലും നമുക്ക് പ്ലസ് സൈസസും ഉണ്ട്, ചെറിയ നോർമൽ സൈസസ് ഉണ്ടാവുമോ? എനിക്ക് തോന്നണേ ഇത് നോർമൽ സൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് സൈസസ് ഇല്ല. കാരണം ഇതിൽ XL ആണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ് സൈസുകാർക്ക് എനിക്ക് തോന്നണേ ഉണ്ടാവില്ല. ഇത് ലാർജ്, XL, ഇത് ML, XL, ഡബിൾ XL 4 സൈസ് കേട്ടോ. നോർമൽക്കാർക്ക് ഉണ്ടാവുള്ളൂ, പ്ലസ് സൈസുകാർക്ക് എനിക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇനി ഡിമാൻഡ് അനുസരിച്ച് പറഞ്ഞാൽ ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇത് റയോണിൽ അതിൽ തന്നെ കളേഴ്സ് കേട്ടോ. സെയിം പാറ്റേണിൽ തന്നെ ടൈ ആൻഡ് ഡൈയിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കളേഴ്സ് ഉണ്ട്. പാച്ച് വർക്കിൽ തന്നെയാണ് യോക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കളർ മാത്രം എടുത്താൽ മതിയില്ലേ? അതിൽ മീഡിയം, ലാർജ്, XL, ഡബിൾ XL സൈസ് കിട്ടും. എല്ലാം കളേഴ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ.
അത് കസ്റ്റമർ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഹോൾസെയിലേഴ്സ് പിന്നെ റീറ്റെയിലേഴ്സ് അല്ലേ, അവർക്ക് ഒത്തിരി കളക്ഷൻസ് ആവശ്യപ്പെടും, അപ്പൊ എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ എടുക്കുമായിരിക്കും. പക്ഷെ ഇവിടുന്ന് നിർബന്ധമില്ല. ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ഈ കളർ എടുക്കണം. ഇവിടെ ഈ കളർ എടുക്കുകയാണെങ്കിൽ ഈ കളർ തന്നെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് നമുക്ക് ഹോൾസെയിലിൽ എടുക്കേണ്ടത്. ഇനി ഈ കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ പാക്ക് എടുക്കാം. അങ്ങനെ 4 പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലിൻ്റെ അങ്ങനെ ഒരു ഫുൾ സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് തന്നെ. അപ്പോൾ സെറ്റ് വൈസ് തന്നെ കാണിച്ചത്. ഇനി ഇത് കൂടാണ്ട് അടുത്തത് 2 പീസിൻ്റെ നമുക്ക് കോട്ടൻ്റെ കുർത്തീസ് വിത്ത് പാൻറ് അടക്കമാണ് വരുന്നത്. ഓരോന്ന് വെറൈറ്റികൾ വരുന്നുള്ളൂ കണ്ടോ. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബോട്ടം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇനി ഇതിൻ്റെ പാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പീസിൻ്റെ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതാണ് സാമ്പിൾ. ഇതിൻ്റെ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൽ 2 പീസിൻ്റെ പാക്കിംഗ് ആണ് വരുന്നത്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ കേട്ടോ. അപ്പോൾ അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്ന സാമ്പിൾസ്. ഓപ്പൺ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എന്താണെന്നുള്ളതൊന്ന് തുറന്ന് നോക്കിയില്ല. ഇപ്പോൾ ഈ കാണിച്ചത് മൊത്തം സാമ്പിൾസ് ആണ് ഹാങ്കറിൽ ഇരിക്കുന്നത്. പക്ഷേ പാക്ക് പൊട്ടിച്ച് നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തന്നേ പറ്റുള്ളൂ. അപ്പോൾ വിത്ത് പാൻറ് അടക്കം അതിൻ്റെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതും കോട്ടൺ 60 വരുന്നുണ്ട്. അങ്ങനെ പലതരം കോട്ടൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച് മേടിക്കുക ഏത് ടൈപ്പ് കോട്ടനാണ് വേണ്ടത്. ഇത് കോട്ടണിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിൽ എലാസ്റ്റിക് നല്ല ടൈപ്പ് എലാസ്റ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പാക്ക്. ഈ പാക്കിൽ നിന്ന് ഒരു പാക്ക് പൊട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പാക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ളത്. ഇനി ഇത് 2 പീസിൽ ഇനിയും പ്രിൻറ്റുകൾ വരും കേട്ടോ. 2 പീസ്. ഇത് പാൻറ്റ് ഇത് റയോണിലാണ് കേട്ടോ വരുന്നത്. ഇത് പാൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ പാച്ച് വർക്കും പാൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ഒരു പ്രിൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും 2 പീസിൻ്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ വരുന്നത്. പാൻറ്റ് ഇതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാൻറ്റാണ്. ഇതിലും ഇഷ്ടം പോലെ പ്രിൻറ്റുകളുണ്ട് അല്ലേ. പ്രിൻസ് കുറേ പ്രിൻസ് ഉണ്ട്. പിന്നെ 2 പീസ് സെറ്റിലും നിങ്ങൾക്ക് 3XL to 6XL വരയ്ക്ക് കിട്ടും. പ്ലസ് സൈസുകാർക്ക് നമുക്ക് 2XL വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 2XL വരുന്നതാണ് കേട്ടോ. പ്രിൻറ്റുകൾ ഇഷ്ടം പോലെ കിട്ടും. അത് കോട്ടണിലുണ്ട്, റയോണിലുണ്ട്. ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. അതുപോലെ ഇത് കോട്ടണിൽ തന്നെ നമുക്ക് പാൻറ്റ് ഇത് അങ്ങനെ കോട്ടൺ മിക്സ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. കോട്ടൺ 60 വരുന്നുണ്ട്. നല്ല ടൈപ്പിൽ വരുന്നുണ്ട്. അതുപോലെ കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ചോദിച്ചാലും ഉണ്ട്. അതിൻ്റെ അടുത്ത ഫ്രണ്ട് ലുക്കാണ് ഈ കാണുന്നത്. പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞില്ലേ 125. അതെവിടെയായിരിക്കുന്നത്? പറയുമ്പോഴേക്കും ആൾക്കാർ എടുക്കാനുണ്ട്. അപ്പോൾ പ്ലസ് സൈസ് അല്ല 125 കുർത്തിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത്. ഇപ്പോൾ മാനി കാണുമെങ്കിൽ ആൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ 125 കുർത്തിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഫുൾ റയോണിലാണ്. പ്രിൻറ്റുകൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് 125 കുർത്തിയാണ്. 125 കുർത്തിയാണ്. 125 ഒക്കെ 125 കുർത്തിയാണ് കേട്ടോ വരുന്നത്. റയോണിൽ വരുന്നത്. അത് ഇങ്ങനെ സൈഡ് സ്ലിറ്റ് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. അതിൽ നടുക്കിൽ ഇങ്ങനെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരും. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ആണ്. പക്ഷേ നമ്മൾ എല്ലാത്തിനും റേറ്റ് അറിയണമെങ്കിൽ വീഡിയോ സ്ക്രീനിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. എന്നാലാണ് നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. മാർജിനായിട്ട് വിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അതിന് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമുക്ക് ലൊക്കേഷൻ വരുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട്. ഏത് റെയിൽവേ സ്റ്റേഷൻ? തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ജസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് കേട്ടോ. ഓട്ടോയിലാണെങ്കിൽ 2 മിനിറ്റ്സ് മതി. അവിടുന്ന് ജസ്റ്റ് ഈ ഒരു തിരിഞ്ഞ വശം തന്നെ ഫസ്റ്റ് കാണുന്ന ഷോപ്പാണ് നമുക്ക് പൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. വെയർ ഹൗസും ഉണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരും നിങ്ങൾ. വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കുർത്തീസ് ഒക്കെ നോക്കിയില്ലേ, അതിന് ഇപ്പോൾ മാച്ചിങ് ആയിട്ട് ഇടുന്ന ലെഗിൻസും പിന്നെ പ്ലാസോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണുമല്ലോ നമുക്ക്. അതെവിടെ ഇരിക്കണം? പാൻസും പലാസോസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് നമുക്ക് അതും ഹോൾസെയിലായിട്ടാണ് എടുക്കേണ്ടത്. ഹോൾസെയിലാണ്. അതെ. അപ്പോൾ അതും നമുക്കൊന്ന് നോക്കി നോക്കിയാലോ എങ്ങനെയാണ്. പാൻസ് പലാസോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിന്റഡ് പ്ലാസോ ആണ്. ഓക്കെ. ഇതൊക്കെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. പല പ്രിന്റിൽ. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിയാലോ നമുക്ക്. ഈ ഒരു പ്രിന്റ്, ഇതിൻ്റെ ഒരു പ്രിന്റ് തുറന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ പ്രിന്റ് ഇതാ ബ്ലാക്കിൽ പ്രിന്റ് വരുന്നത്. ഇത് പലാസോ ആണ് അല്ലേ. അതിൽ പല പ്രിന്റ്സിൽ വരുന്നുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് 4 എണ്ണം കാണുമല്ലോ. 4 പീസാണ്.
ML XL XXL അങ്ങനെ സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇതിൽ പ്രിന്റുകൾ ഇഷ്ടം പോലെ, ഇതൊക്കെ പ്രിന്റ് ആണല്ലോ, അതിൻ്റെ വെറൈറ്റി പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട് പലാസോയിൽ തന്നെ കേട്ടോ. അപ്പോൾ അതിൽ സിഗ്സാക്ക് വരുന്നുണ്ട്, പൂക്കളുള്ളത് വരുന്നുണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പ്രിന്റിൽ തന്നെ നിറയെ മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതിലും പ്ലെയിൻസ് ഉണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്. ഓക്കെ. ഇത് പ്രിന്റ്സ് ആണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പ്ലെയിനിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രിന്റിലും വരുന്നുണ്ട് കേട്ടോ. അത് പലാസോ ടൈപ്പ് വരുന്നുണ്ട്, പാൻറ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ വീട്ടിലൊക്കെ ഇടാൻ പറ്റുക, അല്ലെങ്കിൽ കുർത്തീസിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറ്റുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ അതിൻ്റെ പല പല പ്രിൻസുകളാണ് വരുന്നത് കേട്ടോ. സൈസസ് നമുക്ക് 4 സൈസ് എന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കെട്ട് ഒരെണ്ണം നമുക്ക് നോക്കിയാലോ. ഇതാ കെട്ട് വരുന്നത്, പിന്നെ അടിയിൽ കുറേ കെട്ടുകൾ ഇരിക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് സൈസസ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഓൾറെഡി എടുത്തിട്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ அவங்க இந்த இதில் இருக்க ഐറ്റം കോഡ് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഒരു തവണ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഐറ്റം കോഡാണ് കേട്ടോ. ഈ കോഡ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വീണ്ടും ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്ത് തരാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചതിൻ്റെ സാമ്പിൾസിൻ്റെ പാക്കിംഗ് ആണ് ഈ കാണുന്ന ഐറ്റംസ് മൊത്തം കേട്ടോ. ഇതൊക്കെ ഫുൾ അതിൻ്റെ സാമ്പിൾസ്. അപ്പോൾ 4 പീസ് എന്തായാലും ഉണ്ടാവും. ഇതിലത്തെ 3 പീസ്, ഈ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ തുറന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പാക്കിങ് വരുന്നതാണ്, സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് പ്ലെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്ലെയിനിലാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് പാൻറ്റ്, നമുക്ക് ഇതിനൊക്കെ കുർത്തീസിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പ്ലെയിനിൽ വരുന്നത്. അതിൽ 20 കളേഴ്സ് വരും, 20 to 30 കളേഴ്സ് ഉണ്ട് പ്ലെയിനിൽ മാത്രം വരുന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതാ, അപ്പോൾ അത് ഒരു ബ്ലാക്ക് കളറാന്ന് തോന്നുന്നു. ബ്ലാക്ക് വരുമ്പോൾ ഇതാ നമുക്ക് 4 സൈസാണ് എടുക്കേണ്ടത് രീതി. അത് ഈ കളറാണെങ്കിലും ഇതിലിപ്പോൾ 4 സൈസായിട്ട് വരും. ഇതിപ്പോൾ മൾട്ടി കളറാണല്ലോ ഒക്കെ എടുക്കുന്നത്. അത് പാക്കിങ് ചേർത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യണതാണ്. ഓക്കെ. ഇത് അവിടെ ഈ പാക്കിംഗ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആയി പോയതാണ്. ശരിക്കുള്ള പാക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു കളറിൽ തന്നെ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് രീതി. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് പാൻറ്റിൽ ഇഷ്ടം പോലെ വെറൈറ്റി 20-30 കളേഴ്സ്. അതെ, 20-30 കളേഴ്സ് ഉണ്ട്. പ്രിന്റ് ഒക്കെ ആകുമ്പോഴോ പ്രിന്റഡ് അത് 2000 പ്രിന്റ്സ് വരും. ഇത് പാൻസിലും നമുക്ക് അത്രയും ഡിസൈൻസും പ്രിൻറ്റ്സ് വരും കേട്ടോ. അതിൽ പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും പ്രിൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ചൂസ് ചെയ്യണമെന്ന് അത്രയും. കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കളറാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രീൻ കളറാണെങ്കിൽ ഗ്രീനിൽ തന്നെ കുറേ ഗ്രീനിൻ്റെ ഫാമിലീസ് ഉണ്ടാവും. ആ ഗ്രീനിൽ പിസ്ത ഗ്രീൻ, അത് പ്രിന്റഡ് ആകുമ്പോൾ ഇപ്പോൾ സെയിം കളേഴ്സും പിന്നെ വരുന്നില്ലേ. ഇപ്പോൾ ഇത് സെയിം ഈ കളർ ഉള്ളെങ്കിൽ ഇതിൽ തന്നെ വേറെ ഡിഫറൻസ് കളറും വരും. പാറ്റേൺ സെയിം പാറ്റേൺ ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രിന്റും വരും. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് പ്രിന്റ്സ് വരട്ടെ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് മൊത്തം കുർത്തീസ് കിട്ടുന്നുണ്ട്, ഗൗൺസ് കിട്ടുന്നുണ്ട്, അതുപോലെ സിംഗിൾ കുർത്തീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കൂടുതൽ സെറ്റ് ഉണ്ട്. അത് എവിടെ നിന്നാണ് തപ്പേണ്ടി വരും നമുക്ക്. പിന്നെ ഇത് മൊത്തം വരുന്നത് നമുക്ക് ഫുൾ കുർത്തീസിൻ്റെയും ഗൗൺസിൻ്റെയും കളക്ഷൻസ്. 3 പീസ് പറഞ്ഞപ്പോഴേക്കും അത് എടുത്തു. നമുക്ക് ഇത്ര നേരം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതും എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഉണ്ട്, എല്ലാം കാണിക്കാൻ പോസിബിൾ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും ഒരെണ്ണം ഒന്ന് നിവർത്തി കാണിക്കാം. നല്ല അടിപൊളി മെറ്റീരിയൽ വൈസ് തൊട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് കോട്ടൺ ആണ് കേട്ടോ. ഇതിൽ കളർ അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടമായി ഈ കളറും അതിൻ്റെ ആ ഒരു ഡിസൈൻസും. അനാർക്കലി സ്റ്റൈലിലാണ് ഇത് ഫുൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്കിൽ അത്യാവശ്യം പാച്ച് വർക്ക് ഡീറ്റെയിൽ പോയിട്ടുണ്ട്. എൻഡിൽ യോക്കിൻ്റെ വർക്ക് നോക്കിയേ. അതുപോലെ തന്നെ എൻഡിൽ ഇതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഫ്രിൽ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് പാൻറ്റ് ഇതിൻ്റെ സെയിം ആ ഒരു ഈ അടിയിലത്തെ ഫ്രിൽ വർക്കിൻ്റെ ആ ഒരു പാൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട. പിടിച്ചോ, മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ്. സൈഡിൽ ഇങ്ങനെ ഗോട്ടാവട്ടിയുടെ ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് 4 പീസ് തന്നെയാണ് എടുക്കേണ്ടത്. 4 പീസ് എന്ന് പറയുമ്പോൾ ഇത് 44 XXL സൈസ്. അപ്പോൾ ഇതിലും മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് എടുക്കേണ്ടത്. മീഡിയം, ലാർജ്, XL,
XXL അങ്ങനെ സൈസസ് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് 3 പീസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രമല്ല. എന്തായാലും സ്റ്റാർട്ടിങ് റേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 125 നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. കളേഴ്സ് ഒക്കെ ഉണ്ട്, കളേഴ്സ് പ്രിന്റ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് നഞ്ചപ്പ സ്കൂൾ അല്ലെങ്കിൽ നഞ്ചപ്പ റോഡിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് നമുക്ക് പൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ഇനി തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ വരികയാണെങ്കിൽ 2 മിനിറ്റ് മതിയില്ലേ? ഓട്ടോയിൽ വരണ്ട, ഓട്ടോയിൽ വരണ്ട, നടന്ന് വരാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറ്റത്ത് കാണുന്നത് മൊത്തം. ചിലവരിഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലാണ് ഞാൻ ഓട്ടോയിലത്തെ കാര്യം പറഞ്ഞാൽ. ഓട്ടോയിലാണെങ്കിൽ 2 മിനിറ്റ്. അപ്പോൾ ഓട്ടോയിൽ വരെ വരണ്ടാന്ന്. അവിടെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ആഞ്ഞു പിടിച്ച ഇവിടേക്ക് എത്തൂല. സ്ട്രെയിറ്റ് റോഡാണ്. അവിടെ ഇറങ്ങിയിട്ട് ഒരു റൈറ്റ് എടുത്താൽ മതി. തൊട്ടടുത്താണ് ഷോപ്പ്, തൊട്ടടുത്താണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കുർത്തീസ് മാത്രമേ കിട്ടുന്ന. നൈറ്റീസ് ഉണ്ടോ? നൈറ്റീസ് ഉണ്ട്, നൈറ്റീസും ഉണ്ട്. അതെന്താ നമ്മൾ കാണിക്കാണ്ടിരുന്നത്? അതായിരിക്കും പിന്നിൽ തന്നെ നൈറ്റീസ് കളക്ഷൻസും ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ഇവിടെ മെയിനായിട്ട് കുർത്തീസാണ് വരുന്നത്. അപ്പം നൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അതും നല്ല പക്ക കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പല പല പ്രിൻസ്. ഇതൊക്കെ നൈറ്റീരിയ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. കോട്ടൻ്റെ നൈറ്റീരിയ. ഇനി അതിൽ തന്നെ നമുക്ക് യോക്കിലത്തെ വർക്ക് ഇങ്ങനെ മാറിപ്പോട്ടോ. ഇതിലൊക്കെ നോക്കിയേ പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിങ് കട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ സിബ് ടൈപ്പ് ആയിട്ടുള്ളത് വരുന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മെറ്റർണിറ്റി വെയർ വരുന്നുണ്ട്. ഇതാ ഈ മെറ്റർണിറ്റി വെയർ വരുന്നുണ്ട്. അങ്ങനെ അതുപോലെ നടുക്കി കൂടെ ബട്ടൺ ഓപ്പണബിളാണ്, സൈഡിൽ കൂടിയും ഓപ്പണബിളാണ്. 2 സൈഡിൽ കൂടിയും നടുക്കി കൂടിയും. അങ്ങനെ ഇഷ്ടം പോലെ നൈറ്റീരിയ തന്നെ വെറൈറ്റീസ് വരുന്നുണ്ട്. നൈറ്റീരിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇങ്ങനെ പാക്കിങ് വരും. ഈ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രിൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് എലാസ്റ്റിക് ടൈപ്പാണ്. അതെ, എലാസ്റ്റിക് ആണ് അത്. അപ്പോൾ ഇതൊക്കെ തുറന്ന് കാണിക്കണ്ടേ നമുക്ക്? എന്തായാലും ഇത് ഒരു പ്രിൻറ്റിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിൽക്കാനും സുഖമാണ്. ഒരേപോലത്തെ അല്ല ഇരിക്കുന്നത്, ഒക്കെ ഡിഫറെൻ്റ് ആണ് ഇരിക്കുന്നത്. നടുക്കി കൂടെ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് വലിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു നൈറ്റി ഒന്ന് നമുക്ക് നോക്കാം. നല്ല പക്ക പ്യുവർ കോട്ടണിൽ വരുന്ന നൈറ്റി. ഇതാ പ്യുവർ കോട്ടണിൽ വരുന്ന നൈറ്റിയാണ്. അത് എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ 3 പാനൽ പോലെ ഇങ്ങനെ പ്രിൻ്റാണ് കേട്ടോ. ശരിക്കും ഇത് പാച്ച് വർക്കല്ല, ഇതിവിടെ ഒന്നും തയ്ക്കലല്ല. ഇത് ശരിക്കും ഒരു ഒറ്റ ക്ലോത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് എലാസ്റ്റിക് ആണ്. അത് നമുക്കിവിടെ ഒരു ബോൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ടൈപ്പാട്ടോ, നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളി. അതുപോലെ ഇത് വരുമ്പോൾ നമുക്ക് യോക്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത് കുർത്തീസ്, 2 പീസ് ഗൗൺസ്, അനാർക്കലി സ്റ്റൈൽ, 3 പീസ് നൈറ്റീസ്, പാൻറ്. അത് ഞാൻ മറന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് കൂടെ നമ്മളെ സഹായിക്കാൻ നിന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തിരുപ്പൂരാണെന്ന് വിചാരിച്ച മലയാളത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൂർത്തിയാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു. ബൈ.